സംഭവം പ്രിയച്ചി, ഞാനിതൊന്നും പറഞ്ഞു. ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു എന്റെ പ്രിയച്ചി, ഞാൻ നുള പറയല്ല കേട്ടോ. ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇത് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, ഹോളിനെട്ട് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അന്ന് 200-300 പേര് കൂടി ഇരിക്കുക. ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. എന്റെ ലൈവ് പ്രിയച്ചിയൊക്കെ കാണുന്നതാണല്ലോ അല്ലേ, എപ്പോഴും കാണുന്നതാണ്. ഓക്കെ, ലൊക്കേഷൻ സെൻഡ്. പ്രിയച്ചിയുടെ അടുത്ത് ലൊക്കേഷൻ ഏതോ തെണ്ടി പ്രിയച്ചിയുടെ അടുത്ത്, പ്രിയച്ചി മസാജ് സെന്ററിലെ ജോലിയാണെന്ന് പറഞ്ഞു പ്രിയച്ചിയുടെ അടുത്ത് ലൊക്കേഷൻ ചോദിക്കുന്നു. ഒരു വേട്ടാവളിയെ നല്ല കഥ. ഇവിടെ ഏതെങ്കിലും ലേഡീസ് അത് അപ്പ അവന് ലൊക്കേഷൻ ചോദിക്കില്ല. ചേട്ടാ പ്രിയേച്ചിന്റെ അടുത്ത് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ. ഇത് കേക്ക്, അത് കേക്ക് പ്രിയേച്ചി കേട്ടാ. ഞാൻ ഇവിടെ നിന്ന് ലൈവ് ഇട്ടോണ്ടിരിക്കാം. എന്നിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ. ഈ സോഷ്യൽ മീഡിയയില് നമ്മുടെ പോലീസ് മൺസൂറിന്റെ പ്രശ്നം കഴിഞ്ഞിട്ട് നമ്മുടെ റിഫി ആമി ഉണ്ടല്ലോ, ഈ റിഫയുടെ ആമീനെയൊക്കെ പേരിൽ എന്തൊക്കെയോ ന്യൂസ് ഇറങ്ങി, 500-ന് ഷോട്ട് കൊടുത്തുന്ന പോലെ ന്യൂസ് ഇറങ്ങി. അപ്പൊ ഞാനും കേട്ടു. ഓക്കെ, ഞാനും കേട്ടു. അപ്പൊ ഞാനത് വലിയ മൈൻഡ് അടിക്കാറില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ലൈവ് ഇട്ടുന്ന സമയത്ത് ഇവിടെ കുറെ ആൾക്കാർ വന്ന് ചോദിച്ചു പ്രിയേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടു നീ 2 സ്ത്രീകളല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ എന്താക്കി, ആ 2 സ്ത്രീകളെ ഞാൻ ആംഗ്യം കാണിച്ചു. പേര് പറഞ്ഞില്ല കേട്ടോ, എന്റെ മക്കളാണ്, ഞാൻ പേര് പറഞ്ഞിട്ടില്ല. ആക്ഷൻ കാണിച്ചു. ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ എന്താക്കിയത് ഇങ്ങനെ കാണിച്ചു. ഒരു ലേഡി ഇങ്ങനെ കാണിച്ചു, ഒരു ലേഡി ഇങ്ങനെ കാണിച്ചു. കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആണുങ്ങള് സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ എന്താക്കി, പേര് പബ്ലിക്കിൽ എഴുതി വിട്ടു. ഞാൻ പേര് പറഞ്ഞില്ല. ഇതാണ് സംഭവം. അതെടുത്ത് നമ്മുടെ ഫഹദിക്ക എന്താക്കി, ഒളിഞ്ഞിരുന്നത് ട്രോളി. അത് ഫഹദിക്കയുടെ ഒരു ജോലിയാണ്. കാരണം അത് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും. അതെന്തെടുത്ത് ട്രോളി, അത്രയേ ഉള്ളൂ. ആ ട്രോളി ഇതെന്താക്കി, റിഫയുടെ അടുത്ത് റിഫ ലൈവിട്ടപ്പോ റിഫേനെ ചോദിക്കും. റിഫ എന്താക്കി, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. കേക്ക്, റിഫ എന്താക്കി, ഇന്നലെ ഞാൻ 5 എണ്ണം നല്ല പൂസ, ഞാൻ ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുക. നല്ല പൂസായിട്ട് ഗെയിമൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോ റിഫ എന്താക്കി, എനിക്ക് റിക്വസ്റ്റ് ഇട്ടു. ഞാൻ ഒരു ഗെയിം കളിക്കാനായിരിക്കും. ദിൽസു നീ കേട്ടോ, നീ ഇന്നലെ പാതി വഴിക്കാന്ന് വന്നേ. അതുകൊണ്ട് ദിൽസുവിനെ വരെ ഞാൻ ചീത്ത പറഞ്ഞു. ദിൽസു ഒന്നും കണ്ടില്ലല്ലേ ഇന്നലെ, ഇത് കേട്ടോ. എന്നിട്ട് ഇവിടെ എനിക്ക് ഗെയിം ഇട്ട്. ഞാൻ വിചാരിച്ച് ഗെയിം കളിക്കാനാവുള്ളൂ. അപ്പൊ ഇവള് എടുത്ത വഴിക്ക് എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു മാന്യമായിട്ട് എന്താ പ്രശ്നം. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം. അപ്പൊ അവള് പറയാ, എന്റെ അമ്മ വെടിയാണ്, ഞാൻ ഒരു വെടിയാണ്, നിന്റെ ജോലി. എന്റെ ജോലി ചോദിക്കാൻ അവൾ ആരാ? അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അമ്മ വെടിയെന്ന് വിളിച്ചു. ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ അവളുടെ അമ്മയും ഉമ്മേനെയൊക്കെ ഞാൻ പറഞ്ഞു, ഇല്ലാതൊക്കെ ഞാൻ പറഞ്ഞു. ഞാനും അലക്കി, അത്രയേ ഉള്ളൂ. അതിനാണ് ഈ ഒച്ചപ്പാട്. ഇപ്പോഴും എന്റെ ഗസ്റ്റിൽ വന്നപ്പോ എന്താ പറഞ്ഞേ, അവള് മാന്യമായിട്ട് മാറിടം പൊത്തി പിടിച്ചിട്ട് മാസ്ക് വെച്ചിട്ട് ജോലി, എന്നെ പോലെ മാറിടം കാണിച്ചിട്ട് കൂറുമൊലയും കാണിച്ചിട്ടല്ല അത്ര. അപ്പൊ അങ്ങനെ ഉള്ളവരാണ് ഈ പണിക്ക് പോണത്. മനസ്സിലായോ? കൊടുക്കുന്ന ആൾക്കാർ പബ്ലിക്കിൽ പറയുമോ? ഈ പറയാണ്ട് പുറത്ത് നല്ല ജോലിയുണ്ട്, ജോലി സ്ഥലത്ത് നിന്ന് ലൈവ് ഇടും. മറവിൽ എന്തായിരിക്കും? കൊടുപ്പാണ് ജോലി. മനസ്സിലായോ? പെണ്ണ് കെട്ടാണ്ട് കല്യാണം കഴിക്കാണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്നെ ഭരിക്കാനായിട്ടൊന്നുമില്ല. ആദ്യം അവനോ നന്നാവണം. ആദ്യം അവനോ നന്നിട്ട് അവനോട് കണ്ണിയെ തടി എടുത്തിട്ട് വേണം മറ്റുള്ള സ്ത്രീകളെ ഭരിക്കാൻ പറ്റും. അവളാണ് എൻ്റെ അടുത്തൊന്നും. ഞാൻ മാന്യമായിട്ട് ഞാൻ ഇതിങ്ങനെ ഒരു വഴിക്കൂടെ പോവാൻ. എനിക്ക് ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ലാത്ത ഒരു ലേഡി ഞാൻ. എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് കിട്ടണം. കുറെ പെണ്ണുങ്ങളെ പറ്റിച്ച് മൂഞ്ചിച്ച്, കുറെ മൈരന്മാരെ മൂഞ്ചിച്ച് പറ്റിച്ച്. അല്ല, ഇതൊക്കെ എന്ത് കണ്ടാണ് ഇവളുമാർക്കൊക്കെ ഗിഫ്റ്റ് അടിക്കുന്നേ? കുണ്ടി കണ്ടിട്ടാ. അർഫിക്ക് കുറച്ച് കുണ്ടിയുണ്ട്, നല്ല വിരിഞ്ഞ കുണ്ടിയാ. മുഖം കൊള്ളത്തില്ല. ഫേസ് താണ്ടെ കണ്ണിങ്ങനെ താഴ്ന്ന്, മൂക്ക് ഇങ്ങനെ, മുഖം ഇങ്ങനെ. ഇതാണ് അവളുടെ മുഖം. മാസ്ക് ഊരെ പോയി, പിന്നെ അവളുടെ അടുത്ത് ആരും പോവില്ല. കുണ്ടി കണ്ടപ്പോ പിന്നെ ഇപ്പോഴത്തെ ആണുങ്ങൾക്ക്. ഹലോ ചേട്ടാ, ഞാൻ 10 മിനിറ്റ് വിളിക്കാം. മുഖം കണ്ട പോകത്തില്ല. പിന്നെ ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് മോന്തയിൽ എന്തിരിക്കുന്നു? വലിയ കുണ്ടിയും കുറച്ച് മുലയും കണ്ടുകഴിഞ്ഞപ്പോൾ അനക്ക് അത് മതി. പിന്നെ എന്ത് മോന്താലല്ല നമ്മൾ സാമാനം കേൾക്കുന്നത്, താഴെയല്ലേ സാമാനം കിട്ടുന്നത്. അവർക്ക് അത് മതി. കുണ്ടി മൂറും കണ്ടാൽ മതി, മുലയും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എന്ത്? അതുകൊണ്ട് ആണുങ്ങൾ പോകും. മോന്ത കൊള്ളത്തില്ല. പട്ടി വെള്ളം കുടിക്കത്തില്ല മോന്ത. ഇങ്ങനെയാ മാസ്ക്, കണ്ണിങ്ങനെ മിഴിച്ച്, മുഖത്തൊക്കെ പുട്ടി ഗ്രന്ഥനൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കും മോന്ത. ഒരു രസം. എന്നിട്ടാണ് എന്നോട് ചരക്കുന്നത്. എന്റെ ഏഴകലത്തില്ല റിഫ ഷെയ്ക്ക്, എന്റെ ഏഴകലത്തില്ല പെണ്ണുപിള്ള. എന്നിട്ട് എന്നെ വെടിയെന്നു, എന്റെ അമ്മയെ വെടിയെന്നു, എന്റെ മക്കളേനെയും പറഞ്ഞു.
ഞാൻ ഒന്ന് കേട്ട് നിന്ന് കൊടുക്കേ? ഞാൻ എന്റെ വീട്ടുകാരെ പറയുമ്പോൾ ഞാൻ നിന്ന് കൊടുക്കേ? റിഫ പറയുന്നു റിഫയുടെ അടുത്ത് രണ്ടുപേര് മാത്രം തുള നോക്കി വന്നില്ല, വേറെ കുറെ പേര് വന്നു. അപ്പൊ അയ്യേ ചുണ്ട് ആനച്ചെടി നീഗ്രോന്റെ ചുണ്ട് കണ്ടിട്ടിങ്ങനെ ഇങ്ങനെ ആ ചുണ്ടാ പെണ്ണുമല്ലേ ഏഷ് ആ ചുണ്ടൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം? ചില ആൾക്ക് അത് മതി. ആണുങ്ങളല്ല മോനെ. ഈ നീഗ്രോന്റെ ചുണ്ട് പോലെയാണ് റിഫയുടെ ചുണ്ടിങ്ങനെ. പല്ലി ഇങ്ങനെ പൊന്തി മുക്ക് ഇങ്ങനെ വിടഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ആ ചുണ്ട് തേടി കുറെ മൈരന്മാര്. പിന്നെ കുടുംബത്തിൽ പറഞ്ഞ ആണുങ്ങൾ ആരും പോകത്തില്ല അവളുടെ ഇതില്. പിന്നെ കുറെ മൈരന്മാരുണ്ട്, അവര് അവളെ കിട്ടാൻ വേണ്ടി ഗിഫ്റ്റ് അടി ഫേക്ക് അടി കൊണ്ടാക്കിയിട്ട് അല്ലാത്ത ചാരി. എന്നെ ചൊറിയാൻ വന്നു, ഇങ്ങോട്ട് വന്നതാണ്, ഇങ്ങോട്ട് വന്ന് മാന്തി ഞാൻ ചൊറിഞ്ഞു. തെറ്റുണ്ടാവും. അതാണ് മാസ്ക് വെച്ചത്. മാസ്ക് വെച്ചാൽ ഗിഫ്റ്റ് കിട്ടും. നീ കുടുംബത്തിൽ പിറന്നതാണോ? ഞാൻ കുടുംബത്തിൽ പിറന്നാട്ടാ. എനിക്ക് അമ്മയുണ്ട്, 3 മക്കളുണ്ട്. ഗിഫ്റ്റ് അടിക്കുന്ന കിട്ടാൻ വേണ്ടിയല്ലേ? അങ്ങനെ പറയല്ലേട്ടാ. നല്ല ഗിഫ്റ്റർമാരുണ്ട്. ഓക്കെ, ഞാനും ഗെയിം കളിക്കുന്ന ആളാ. നല്ല ഗിഫ്റ്റർമാരുണ്ട്. അത് എങ്ങനെ ചുരുക്കം 3-4 പേരൊക്കെ ഉള്ളൂ ഗിഫ്റ്റർമാരിൽ. എവിടെയും നല്ല എന്താ പറയാ പബ്ലിക്കകത്ത് നല്ല ഗിഫ്റ്റർമാർ വേണ്ടതുണ്ട് മോനെ. അങ്ങനെ പറയും. ആപ്പിൾ മനസ്സിലായ നല്ല ഗിഫ്റ്റർമാരുണ്ടേ. അങ്ങനെ എല്ലാ ഗിഫ്റ്റർമാരും അങ്ങനെ പറയരുത്. ബി ചേച്ചി ഭക്ഷണം വെച്ച ചോറ് പറഞ്ഞു. രാവിലെ തുടങ്ങിയ പെടാപ്പാട. എനിക്ക് നീ തരുവോ? എന്ത്? അണ്ടി പോയ അണ്ണൻ എന്ത് തരാൻ? അവർക്ക് ഒരു ലെസ്ബിനെ ഉള്ളു ഇഷ്ടം. അത്ര ലെസ്ബി. ബിജി ഫാൻ ഷാർജ. അതും ക്യാപ്റ്റൻ ചേട്ടൻ ബിജിക്ക് 10 റംസാണ് റേറ്റ്. ഒരു ഉമ്മ അങ്ങനെ. എനിക്ക് ക്യാപ്റ്റൻ ചേട്ടൻ എനിക്ക് 10 റംസാണ് നമ്മൾ വിലയിട്ടേക്ക. എനിക്ക് 10 റംസിലാത്ര ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ബിജി നീ വായിലെടുക്കുവോ? വായിലെടുക്കും. നന്നായിട്ട് മൂഞ്ചും. എന്തിയെ നിനക്ക് ചെയ്യണോ? അടാ ഞാൻ വായിലെടുക്കാറുണ്ട്, ബാക്കും കൊടുക്കാറുണ്ടല്ലോ. ഞാൻ എല്ലാം ചെയ്യും. എന്താ ചെയ്യാത്ത? എനിക്ക് കിട്ടിയ എല്ലാം ചെയ്യും. ആടാ ഭൂയിഷ്ട സത്യം. പെണ്ണുങ്ങളായ പിന്നെ വായിലെടുക്കത്തില്ലേ? ഞാൻ ഒന്നുമില്ല എന്ന് പറയില്ല, എല്ലാം ഉണ്ടെന്ന് തന്നെ പറയും. അത്രേ ഉള്ളൂ. ഞാൻ എല്ലാം ചെയ്യലുണ്ട്. നിങ്ങൾ ചോദിച്ചോ? ഒന്നും ചെയ്യാത്തതായിട്ടില്ല, എല്ലാം ചെയ്യും. തമിഴ് നോ. നിങ്ങൾ വേറെ എല്ലാം ഉണ്ടോ? ഇല്ല, ഞാൻ ദുബായിലുണ്ട്.